വെണ്ടയ്ക്ക മുഴുവൻ മൂത്തതാ. ഒരു സാധനം നല്ലതില്ല. ഒക്കെ നല്ലതാണേ. അതെ അതെ. 100. കാർത്തിയാനിയമ്മക്ക് ഒരു ലെറ്റർ ഉണ്ട്. എനിക്കോ? അതെ. ദാമോദരന്റെ കത്തായിരിക്കും. ദാമോദരന്റെ കയ്യക്ഷരം ഇതല്ലല്ലോ. ഈശ്വര, എന്താ ചേച്ചി? ആങ്ങളയ്ക്ക് വല്ല സൂക്കേടും പിടിച്ചോ? ഞാനും കുട്ടികളും ഇനി എങ്ങോട്ട് പോകും? ഉടമസ്ഥനും കുടുംബവും താമസത്തിന് വരുന്നു, വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന്. ആയിഷ, ഈ പഞ്ചായത്ത് നിർത്തി വല്ലതും ഒന്ന് വെച്ചുണ്ടാക്കാൻ നോക്ക്. പഞ്ചായത്ത് വള്ളേക്കാളിൽ തുടങ്ങിയിരിക്കുന്നേന്ന്. നിങ്ങൾ ഒന്നിങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വരേ. അല്ല, എന്താണ്ടത്? കാർത്തിയാനമ്മോട് വീട് ഒഴിയണമെന്ന് വീട്ടുടമസ്ഥന്റെ കത്ത് വന്നിരിക്കുന്നു. നേരോ? കത്ത് കാണട്ടെ. നീരെ വന്നോ? നീ മോളെന്നൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കോടി. ഞാൻ തോറ്റ്. എന്താമ്മേ? ഒന്നുമില്ലാന്ന്. രാവിലെ തത്തക്ക് ജെല്ലിക്കൊടുക്കുമ്പോൾ ജെല്ലിക്കൊടുത്ത് ഞാൻ പോയതാ. ഉച്ചയായപ്പോഴൊക്കെ മറന്ന്. കുട്ടികളെ മനസ്സാണ്. എന്താ കാര്യം? വീട് ഒഴിയണമെന്നും പറഞ്ഞൊരു കത്ത് വന്നു, അത്രേ ഉള്ളൂ. എന്റെ ഓനക്ക് കത്ത് എഴുതിക്കൂടെ? ഒയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ? ഉമ്മറ പറഞ്ഞാ അതിന്റെ ശരി അല്ലേ? വാടക കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ വീട് നമ്മൾ ഒരു കാലത്ത് ഒഴിയേണ്ട കാര്യമില്ല. അഥവാ ഒഴിഞ്ഞാൽ തന്നെ താമസിക്കാൻ ഈ സിറ്റിയിൽ വേറെ വീട് കിട്ടില്ലേ? വർത്താനം പറയാൻ ഇവിടെ ആണുങ്ങളുണ്ട്. ചിലക്കരുത്. വേറെ വീടോ? ഈ ചുറ്റുവട്ടത്ത് ഞങ്ങളാൽ ചിലരുള്ളിടത്തോളം കാലം വീട് ഒഴിയണ കാര്യത്തെ പറ്റി കുട്ടി ആലോചിച്ച് തല ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്താണോ എന്റെ പേര്? ഗോപാലപ്പണിക്കരോ? ഗോപാലകൃഷ്ണ പണിക്കർ. എന്ത് പണിക്കരായാലും ശരി, അങ്ങനെ ഒരു പണിക്കര് നിങ്ങളവർന്ന് ഒഴിപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം. അയൽവക്കത്ത് നീശുള്ള ആൺകുട്ടികളിൽ നിന്നൊരു കത്ത് അങ്ങോട്ട് എഴുതി വിട്ടേക്ക് നിങ്ങള്. പെരുമാഷേ.